ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവേഴ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 4 മണിക്കൂറോളം നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയ ശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളയണം. എന്നിട്ടിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴമാണ്. നേന്ത്രപ്പഴം ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നല്ല ടൈറ്റിലുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറേ സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്നും അംഗനവാടിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഈ ഒരു നുറുക്കോതമ്പ് വെച്ച് നല്ല ടേസ്റ്റ് ഉള്ളൊരു 4 മണി പലഹാരം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു നുറുക്കോതമ്പ് കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിക്കും. തയ്യാറാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിലെ വെള്ളമൊക്കെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇതുപോലെ തന്നെ നന്നായിട്ട് കുതിർത്തെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്, ഒരല്പം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് അരച്ചെടുത്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് എടുത്തതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവും. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ടൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് കുറച്ചായിട്ട് കോരിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേ സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഇത് ആവശ്യം അതിനനുസരിച്ച് അളവുകൾ എടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ല എല്ലുള്ള ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചിക്കൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ചില കുക്കറൊക്കെ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ അടിച്ചാൽ മതിയാവും. അപ്പോഴേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയ ശേഷം ഞാനിതിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കൻ എല്ലാം നല്ലപോലെ ഉടഞ്ഞ് ഇതിലൊന്ന് മിക്സ് ആവണം. അപ്പോഴാണിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ 1.5 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ കുറച്ച് ഉള്ളിയും കാഷ്യൂവും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി സവോള നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ ആ രീതിയിലൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവോള പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കാഷ്യൂവും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ കറിയൊന്നും വേണ്ടാത്ത നല്ല കിടിലൻ ടേസ്റ്റിലുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് ഡിന്നർ ആയിട്ടൊക്കെ ഇത് സെർവ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ കലത്തപ്പൊക്കെ ഇല്ലേ, നമ്മൾ കുക്കറപ്പം തയ്യാറാക്കാറില്ലേ, ആ ഒരു അപ്പത്തിൻ്റെ പോലെ തോന്നും. പക്ഷേ അതിലേറെ ഒരുപാട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെയാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ വലിയ കുക്കറിലൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ 1 കപ്പ് വരെ നുറുക്ക് ഗോതമ്പൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നുറുക്കോതമ്പ് എടുത്ത ആ ഒരു കപ്പിൽ അതേ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വെള്ള ശർക്കരയാണ്, ശുദ്ധമായ ശർക്കര. അതുകൊണ്ട് തന്നെ ഞാനിത് ശർക്കരപ്പാനിയാക്കി അരിച്ചെടുത്തിട്ടൊന്നുമില്ല. നല്ല ശുദ്ധമായ ശർക്കര ആയതുകൊണ്ട് നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി തയ്യാറാക്കിയ ശേഷം അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതാണെങ്കിൽ നമുക്ക് മാവ് അരച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെയാണെങ്കിൽ ഈ ഒരു സമയത്ത് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതുപോലെ ലൂസായിരിക്കണം, ഒരുപാട് ടൈറ്റും ആവരുത്, എന്നാൽ നല്ല ലൂസും ആവരുത്. നമ്മൾ കലത്തപ്പൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഈ ഒരു മൈദയും തേങ്ങയും ഈ ഒരു സോഡാപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. തേങ്ങ നമ്മളല്ലാതെ തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരുപാട് തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയത്തിലാണ് കേട്ടോ ഫ്ലെയിം വെക്കേണ്ടത്. എന്നിട്ട് നന്നായി ചൂടായ കുക്കറിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത ഈ ഒരു തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ വെയിറ്റ് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അടച്ചു വെക്കാൻ. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഹോളിലൂടെ ആവി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല. ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഇതിലൂടെ ഇങ്ങനെ ആവി വരും. ആ ഒരു സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. എന്നിട്ട് 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് മാറിയ ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കുറച്ചൊക്കെ ചൂട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കി അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് കരിഞ്ഞ പോലെ തോന്നും, പക്ഷേ അത് അടി പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി തണുത്ത ശേഷം നമുക്കിതൊന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചട്ടകോ കത്തിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടിവിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പം ഇവിടെ അടിയൊന്നും കരിയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്, നല്ല ടേസ്റ്റുമാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് കുതിർന്ന ശേഷം നല്ലപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലപോലെ കുതിർത്തെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിതിവിടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് മുഴുവനായിട്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ട് ഞാനിവിടെ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ, അതൊന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് കോരി മാറ്റി വെച്ച ശേഷം ഈ നെയ്യും കൂടെ നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. കട്ടകളൊന്നും ഇല്ലാത്ത നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നല്ല തിക്കായി പോകരുത്, അതുപോലെ തന്നെ നല്ല ലൂസായിട്ടും പോകരുത്. ആ ഒരു ശർക്കരപ്പാനി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഓവറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരല്പം പാൽ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനിതിവിടെ ഒരു കേക്ക് ടിന്നിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി ഇതിലൊരല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേക്ക് ടിന്നിന് പകരം ഏതെങ്കിലും സ്റ്റീലിൻ്റെ ബൗളിലൊക്കെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ശേഷം ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ച കാഷ്യൂ നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതിന് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യാം. അപ്പം വെള്ളം ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഡ്ഡലിച്ചെമ്പിൻ്റെ മൂടി ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് കെട്ടിവെച്ചാലും മതിയാവും.
ഇനി നമുക്കിതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലും പിന്നീട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചൂടാറിയ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു മോഡലിലാണ് ഈ ഒരു പലഹാരം ഉള്ളത്. നല്ല ഹലുവയെ പോലെയൊക്കെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്